കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അങ്ങനെ പേടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഈ വീട്ടില് ജീവിക്കുന്നവരാ. ഈ വീട്ടില് മറ്റുള്ളവർക്കുള്ളതുപോലെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും നമുക്കും ഉണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ഒന്നും ഈ വീട്ടില് നമ്മൾ അനുവദിക്കരുത്. എന്താടി നിന്റെയൊക്കെ സ്വാതന്ത്ര്യത്തിന് തടസ്സം ഉണ്ടായത്? ഇഡിയറ്റ്സ്, ഫൂൾസ്! എന്റെ മോനെ കുറ്റപ്പെടുത്താൻ നിനക്കൊക്കെ എന്താടി അവകാശമുള്ളത്? എന്ത് ധൈര്യത്തിനാ നീ അങ്ങനെ സംസാരിച്ചത്? അങ്ങനെ മനഃപൂർവ്വം സംസാരിച്ചതല്ല, സംസാരിക്കേണ്ടി വന്നതാ. അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. സ്വന്തം വീടായതുകൊണ്ട് അമ്മയ്ക്കത് മനസ്സിലാവില്ല. ഞങ്ങള് ചെറുപ്പക്കാരായ പെൺകുട്ടികളാ, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്റെ മോൻ അങ്ങനെ ആരോട് ഒരു തെറ്റും ചെയ്യില്ല. അവൻ ഈ വീടിനകത്ത് ക്യാമറ വെച്ചത് നിങ്ങളുടെ ആരുടെയും പ്രൈവറ്റ് റൂമിലല്ല, ഈ വീടിനകത്തെ കോമൺ പ്ലേസിലാ. അത് സാധാരണ എല്ലാവരും ചെയ്യുന്നതല്ലേ? എല്ലാ വീട്ടിലും വീട്ടുകാർ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാ അതെല്ലാം. അതിനെയാ നിങ്ങൾ തെറ്റിദ്ധരിച്ചത്. എന്നിട്ട് എന്റെ മോനോട് വഴക്കുണ്ടാക്കി. തെറ്റി ചെയ്തിട്ട് വന്ന് ന്യായം പറയുന്നു. മര്യാദയ്ക്ക് പോയിട്ട് അവനോട് മാപ്പി ചോദിക്കുക. അതിന് മാപ്പ് ചോദിക്കാൻ ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തില്ല. ഞങ്ങൾ പറഞ്ഞത് ശരി തന്നെയാ. അപ്പോ എന്റെ മോനെ അപമാനിച്ചിട്ട് ഈ വീട്ടിൽ താമസിക്കാനാണോ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? നടക്കില്ല, സമ്മതിക്കില്ല. ഞാൻ എല്ലാത്തിനും അടിച്ചിറക്കി വിടും ഞാൻ. മനസ്സിലായോ? ഇതേ എന്റെ വീടാ. അമ്മ അങ്ങനെ ഒറ്റ വാക്കിലൊന്നും പറയണ്ട. ഇത് അമ്മയുടെയോ അമ്മയുടെ മോന്റെയോ മാത്രം വീടല്ല, ഇത് ഞങ്ങളുടെയും കൂടി വീടാ. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കൂടി അവകാശമുള്ള വീട്. അങ്ങനെ എന്തെങ്കിലും കുറ്റത്തിന് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാവുന്നുള്ള വ്യാമോഹമൊന്നും നടക്കില്ല. ഓഹോ, അപ്പൊ അത് ശരി. അപ്പൊ നിങ്ങൾ അവകാശം പറയാനുള്ള പുറപ്പാടിലാണല്ലേ? പറഞ്ഞാൽ എന്താ കുഴപ്പം? സത്യല്ലേ പറഞ്ഞത്? താരേച്ചി ഒന്നും മിണ്ടാതിരിക്കുക. എന്തിനവള് മിണ്ടാതിരിക്കണം? കാര്യം പറയാനുള്ളതല്ലേ, പറയട്ടെ. ഞങ്ങളുടെ ഭർത്താക്കന്മാർ എന്തായാലും അമ്മയുടെ കൊച്ചുമക്കളാണല്ലോ. അവരുടെ അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ട വീടല്ലേ ഇത്? അങ്ങനെ ഞങ്ങളെ ഇറക്കി വിടാന്നൊന്നും വിചാരിക്കണ്ട. ഞങ്ങൾ ഒരിടത്തേക്കും പോവില്ല. അമ്മേ, അമ്മയ്ക്ക് കാര്യത്തിന്റെ ഗൗരവം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ജ്യോതിയുടെ ഫോണില് DK അത് കണക്ട് ചെയ്ത് കൊടുത്തു. എന്നാ ഞങ്ങളുടെ ഫോണുകളിലോ DK അത് കണക്ട് ചെയ്ത് തന്നതുമില്ല. എന്തുകൊണ്ട് തന്നില്ല? ഞങ്ങളെ അന്യരായിട്ട് DK കണക്കാക്കിയത് കൊണ്ടല്ലേ തരാതിരുന്നത്. അപ്പൊ ആരാ തെറ്റ് ചെയ്തത്? ഞങ്ങളോ അതോ DKയോ? സ്വന്തം ഭാര്യയോട് സ്നേഹമൊക്കെ ആവാം, പക്ഷെ വീട്ടിലുള്ള മറ്റാളുകളെ അവഗണിക്കരുത്. ജ്യോതിയുടെ മൊബൈലിന് മാത്രം ആ ക്യാമറയുടെ കണക്ഷൻ കൊടുത്താല് എനിക്കും എതിർപ്പുണ്ട്. നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തിക്കോ. പക്ഷെ എന്റെ മോൻ നിങ്ങളൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കത് അറിയത്തില്ല. നിങ്ങൾക്കോ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കോ ഒരു പോറലെങ്കിലും ഏറ്റാൽ അവനത് സഹിക്കില്ല. അവൻ പറഞ്ഞില്ലേ നിങ്ങളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നതെന്ന്. പക്ഷെ ജ്യോതിയുടെ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന കാര്യം എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. അവൾ അവന്റെ ഭാര്യയല്ലേ? നിങ്ങളെക്കാളൊക്കെ കുറച്ച് അവകാശം കൂടുതൽ അവക്കില്ലേ? പക്ഷേ അതിന്റെ പേരിൽ നിങ്ങൾ എന്റെ മോനെ കുറ്റപ്പെടുത്തിയത് എനിക്ക് വലിയ സങ്കടമായിപ്പോയി, വലിയ സങ്കടമായിപ്പോയി. ജ്യോതി, നിന്നെപ്പോലെ മനസ്സിന് നൈർമല്യമുള്ളൊരു പെണ്ണിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ജീവിതത്തിനെ ഇത്ര പ്രാക്ടിക്കലായി ബുദ്ധിയോടുകൂടി അതിലേറെ കരുണയോടും സ്നേഹത്തോടും കൂടി സമീപിച്ച ഒരു പെണ്ണിനെ എനിക്കറിയില്ല. നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ ജ്യോതി. ഈ അമരാവതിയും DKയും ഇവിടുത്തെ സൗഭാഗ്യങ്ങളും ഒക്കെ നിനക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഇനി എന്നും. നീ എന്താ തമാശ പറയാ? ഞാൻ DKയുടെ ഭാര്യ, സമ്മതിച്ചു. എന്റെ ഇനിയുള്ള ജീവിതത്തിൽ നീ ഒരു തടസ്സമാവില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ
നിന്റെ ആഗ്രഹങ്ങൾക്കൊക്കെ ഞാൻ കൂട്ടുനിന്നതും. പക്ഷേ അതിന് എന്നെ ഇങ്ങനെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. പുകഴ്ത്തിയതല്ല ജ്യോതി, ഞാനൊരു സത്യം പറഞ്ഞതാ. DKക്ക് ചേരേണ്ടവൾ നീ തന്നെയാ. അത് കൊള്ളാം. ഇത് എന്നോടല്ല, ആ കുശിനിക്കാരനോടാ ആദ്യം പറയേണ്ടത്. അതൊക്കെ DKക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാൻ DKക്ക് അറിയില്ല. ആര് പറഞ്ഞു അറിയില്ലാന്ന്? അതൊക്കെ നന്നായിട്ട് അറിയാം. ഇത് ചുമ്മാ ജാടയാ. നിന്റെയും DKയുടെയും ജീവിതം എന്നും സന്തോഷകരമായിരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനി ഞാൻ ഇവിടെ നിൽക്കുന്നതൊരു തടസ്സ. എന്താ എന്താ പറഞ്ഞ? ഞാൻ തിരിച്ചു പോവാൻ തീരുമാനിച്ചു ജ്യോതി. തിരിച്ചു പോവാനോ? അതെ. നീ എനിക്ക് തന്ന സന്തോഷങ്ങൾക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ ഈ കുടുംബം DK പൊന്നുപോലെ കൊണ്ട് നടക്കുന്നതാ. DKയുടെ മക്കളും മരുമക്കളും ഒക്കെ DK കൈ ചേർത്ത് പിടിച്ച് സൂക്ഷിക്കുന്നതാ. അതൊന്നും ഞാൻ കാരണം ഇല്ലാതാവാൻ പാടില്ല. DKയും മക്കളും മരുമക്കളും തമ്മിൽ ഒരു പ്രശ്നവും ഞാൻ കാരണം ഉണ്ടാവാൻ പാടില്ല. അതിന് തെറ്റെയ്ത് നീയല്ലല്ലോ, അവരല്ലേ? ആയിരിക്കാം. പക്ഷേ അതൊക്കെ മരുമക്കളും DKയും തമ്മിലൊരു തർക്കത്തിന് വഴിവെച്ചില്ലേ? ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എനിക്കിഷ്ടമല്ല. ജീവിതം തകർന്നു പോയവളാ ഞാൻ. ജീവിതത്തിന്റെ കളിക്കളത്തിൽ ചുമപ്പ് കാർഡ് വാങ്ങി പുറത്തു പോകാൻ കാത്തിരിക്കുന്നവള. ആ എനിക്ക് കിട്ടിയ അവസാനത്തെ സന്തോഷങ്ങൾ അത് നിന്റെ ദാനമായിരുന്നു. ആ സന്തോഷങ്ങൾ എനിക്ക് തന്ന നീയും DKയും എന്നും സന്തോഷത്തോടെ ജീവിക്കണം. അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. നാളെ രാവിലെ ഞാൻ പോവും. സുപ്രിയേ, നീ ചുമ്മാ അരുതാത്തൊന്നും കാണിക്കല്ലേ. ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കുകയും വേണ്ട. ഇപ്പൊ നിനക്ക് എങ്ങോട്ടും പോവാൻ പറ്റിയ ആരോഗ്യസ്ഥിതി അല്ല ഉള്ളത്. അതുകൊണ്ട് ഈ പോവാനുള്ള തീരുമാനത്തിൽ നിന്ന് നീ പിന്മാറണം. ഇല്ല ജ്യോതി, എനിക്ക് പോയേ പറ്റൂ. മരണത്തിന്റെ അവസാന നിമിഷം വരെ എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ തന്നെ ഇഷ്ടം. നിന്റെയും DKയുടെയും അരികിൽ കിടന്ന് തന്നെ മരിക്കാനാ എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ജീവിച്ചിരിക്കുന്ന നാൾ വരെയും ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയാകരുത്. നാളെ പുലർച്ചെ നീ എണീക്കുന്നതിന് മുന്നേ ഞാൻ പോവും. എല്ലാവരോടും നീ തന്നെ പറഞ്ഞാ മതി ഞാൻ പോയെന്ന്. ആരോടും യാത്ര പറയാനുള്ള മനസാന്നിധ്യം എനിക്കില്ല. ഒലക്കയുടെ മൂഡ് ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? നീ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വീട്ടിലേക്ക് നീ വന്നു കയറിയത് നിന്റെ ഇഷ്ടത്തിനാ. പക്ഷെ നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് എന്റെ ആഗ്രഹത്തിനും എന്റെ തീരുമാനത്തിലുമാ. അതിനെ മറികടന്നു പോവാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. DKയും മക്കളും മരുമക്കളും തമ്മിലൊക്കെ പല വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായെന്ന് വരും. അതൊന്നും നീ കാര്യമാക്കേണ്ടതില്ല. നിന്റെ ആഗ്രഹങ്ങളൊക്കെ നീ ജീവിച്ചിരിക്കുമ്പോ തന്നെ സാധിച്ചു തരേണ്ടത് എന്റെയും കൂടി കടമയാണ്. ജ്യോതി, നിന്റെ കണ്ണുകളിൽ കാണുന്നത് ഞാൻ എന്നെ തന്നെയാ. കുടജാദ്രിയിൽ വെച്ച് DK സ്വപ്നം കണ്ണൊന്ന് പറഞ്ഞില്ലേ, സുപ്രിയ ഇനി ജ്യോതിയുടെ ഉള്ളിലാണെന്ന്. അത് സത്യ. ഞാൻ മരിച്ചാലും ഞാൻ നിന്നിൽ തന്നെ ഉണ്ടാവും. എനിക്ക് നിങ്ങളെയൊന്നും വിട്ടുപോകാൻ പറ്റില്ല ജ്യോതി. എന്നാ പിന്നെ എന്തിനാ പോകുന്നേ? മനുഷ്യൻ ജനിച്ച എന്തായാലും മരിക്കും. മരിക്കുമ്പോ അങ്ങ് മരിക്കട്ടെ. മരണത്തിന്റെ വണ്ടിയും ഇങ്ങനെ നെറുകയും കുറുകയൊക്കെ ഓടിക്കൊണ്ടിരിക്കുവല്ലേ. അതിനകത്ത് കയറാൻ വിധിയുള്ളവര് ആ സമയത്ത് അങ്ങ് കയറിക്കോളും. അതിനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും ചിരിച്ചുകൊണ്ട് നേരിടണം.
അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോവാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഇല്ല ജ്യോതി, പോണം. പോയേ പറ്റൂ. ഇനിയും ഞാൻ ഇവിടെ നിന്ന ചിലപ്പോ ഞാൻ എന്നെ തന്നെ മറന്നു പോവും. അത് പാടില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല. ഇനി ജീവിതത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്നും അറിയില്ല. എന്നാലും എന്നെങ്കിലും ഞാൻ മരിച്ചു എന്ന് കേട്ടാ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ പ്രാർത്ഥിക്കണം നീ. എനിക്കറിയാം ജ്യോതി, നിന്റെ മനസ്സിന് ഇതൊരു വലിയ ഭാരമാണ്. ആരോടും പറയാൻ കഴിയാതെ നിന്റെ മരണം വരെ ഈ സത്യം കൊണ്ട് നടക്കേണ്ടി വരും. അത്രയും വലിയൊരു ഭാരം നിന്റെ മനസ്സിലേക്ക് ഏറ്റിവെച്ച് തന്നിട്ടാ ഞാൻ പോകുന്നത്. ക്ഷമിക്കണം നീ എന്നോട്. എന്നെ പോകാൻ അനുവദിക്കണം. എന്താ ഇത്ര ടെൻഷൻ? ആവശ്യമില്ലാത്തൊക്കെ മനസ്സിൽ നിന്ന് കളയ എന്റെ പൊന്നി ഹിറ്റ്ലറെ. അവര് പറഞ്ഞൊക്കെ ആവശ്യമില്ലാത്തതാണോ? അതാലോചിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാനാ പ്ലാൻ? ദേ ഹിറ്റ്ലറെ, ഇത് നമ്മുടെ വീടാ. മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ഇവിടെ വേറെ ആളുകളുണ്ട്. അവർക്കൊക്കെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും കാണും. അതെല്ലാം എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടാത്ത കാര്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെവി കൂടെ കേട്ടിട്ട് മറു ചെവി കൂടി അതിനെങ്ങ് വിട്ടുകളയണം. അല്ലാതെ അതിനെ ഇങ്ങനെ മനസ്സിൽ ക്രിക്കറ്റ് കളിക്കാൻ വിടരുത്. ചുമ്മാ ദേഷ്യത്തിന്റെ റണ്ണടിച്ച് കൂട്ടിക്കളയും. ഇത്രയും നാള് ഞാൻ ജീവിച്ചത് അവർക്ക് വേണ്ടിയാ, ഈ വീടിന് വേണ്ടിയാ. അതെന്താ അവര് മറന്നത്? മറക്കാനല്ലേ എളുപ്പം, ഓർക്കാനാണ് പ്രയാസം. ഹിറ്റ്ലറെ, അവരൊരു തെറ്റ് ചെയ്തു. ഞാനത് കണ്ടുപിടിച്ചു. എന്റെ മൊബൈൽ ഫോണിൽ ആ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. അന്ന് വിഘ്നേഷിന്റെ ആളുകള് കേക്കിൽ വിഷം കലർത്താൻ വന്നത് കണ്ടുപിടിച്ചത് ഈ ക്യാമറ ഉള്ളതുകൊണ്ടല്ലേ? അതിനു മുമ്പും ഈ ക്യാമറ അവിടെ തന്നെ ഇല്ലേ? അന്നൊന്നും തോന്നാത്ത ഈ ദുരഭിമാനം ഇപ്പോഴെന്തിനാ തോന്നിയത്? അതാണ് അവനവൻ പാര. മനസ്സിലായില്ലേ? ഏതോ ഒരു സിനിമയില് മോഹൻലാൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, അവനവൻ ചെയ്യുന്ന തെറ്റ് കണ്ടുപിടിക്കപ്പെട്ട പിന്നെ കാണുന്നതെല്ലാം യാന്ത്രികമായിരിക്കുമെന്ന്. അവര് ചെയ്തത് അവർക്ക് തന്നെ വിനയായി. അപ്പോ മുൻപത്തെ ശരിയൊക്കെ അവർക്ക് തെറ്റായി പോയിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇത് വേണമെങ്കിൽ നാളെ അവര് മാറ്റി പറയുകയും ചെയ്യും കേട്ടോ. നമ്മുടെ മരുമക്കളല്ലേ, അങ്ങ് ക്ഷമിച്ചേക്കുന്നേ. ഞാനെല്ലാം ക്ഷമിക്കാം. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഇന്നുവരെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചു. അതല്ലേ മുൻപ് പറഞ്ഞേ. പക്ഷേ ഒരു ദിവസം പോലും നിനക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ടോ? എന്നിട്ടും നീ എന്താ പരാതിയൊന്നും പറയാത്തത്? എന്താ എന്താ ചോദിച്ച? ഓ, ഇത്രയ്ക്ക് കരുതല് ഈ മനസ്സിൽ എന്നെ കുറിച്ചുണ്ടോ ഹിറ്റ്ലറെ? എന്റെ ഈശ്വരാ, ഇനി എനിക്ക് മരിച്ചാലും സങ്കടമില്ല.
ഞാൻ പറഞ്ഞത് സത്യോ? നീ എൻ്റെ ഭാര്യ. ഇന്ന് വരെ നീ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ആരുടെയും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. എന്നും അവർക്ക് വേണ്ടിയാ സംസാരിച്ചത് മുഴുവൻ. എന്നിട്ട് ഞാൻ ചെയ്തതോ? എന്റെ സ്നേഹത്തിന് വേണ്ടി നീ ചെയ്തതൊക്കെ തെറ്റിദ്ധരിച്ചു, നിന്നെ പരിഹസിച്ചു, നോവിച്ചു. എന്നിട്ടും നിന്റെ സ്നേഹത്തിനൊരു കുറവുമില്ല. ബേക്കറിക്കാരി, നീ മാത്രം എന്തിനാ ഇങ്ങനെ? ഹിറ്റ്ലറെ, നിങ്ങളോട് നന്ദിയാണോ പറയേണ്ടത്, അതോ ജീവിതം കൊണ്ട് കടപ്പാട് തീർക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പൊ കേട്ട ഈ വാക്കുകളുണ്ടല്ലോ, ഇത് മാത്രം മതി. ഈ ജന്മം മുഴുവൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്കിത് മതി. ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. വ്യാജഗർഭം വരെ കെട്ടി നിങ്ങളെയും അമ്മയും ഒക്കെ ഞാൻ പറ്റിച്ചു. എല്ലാം നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമായിരുന്നു. ഏയ് ബേക്കറിക്കാരി, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. നമുക്കിനി നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അപ്പോ എന്നോടുള്ള ദേഷ്യമൊക്കെ പോയോ? അതൊക്കെ എപ്പോഴേ പമ്പ കിടന്നു. ഇപ്പോ നിന്നോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ശരിക്കും? ഇനി പിണങ്ങോ? ഇല്ല. ഉറപ്പ്? സത്യം. നമ്മൾ ഇതുവരെ നമുക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി നമുക്കൊന്ന് ലൈഫ് എൻജോയ് ചെയ്യണം. നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ. പറ. പറയട്ടെ? പറ. അതെ, എനിക്കൊരു അമ്മയാവണം. അതെ ഹിറ്റ്ലറെ, കള്ളത്തരം കാണിച്ച് നിങ്ങളെയൊക്കെ പറ്റിച്ചതിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. താനാള് കൊള്ളാൽ. എന്റെ ലീലകള് അറിയാഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയുന്നത്. മായക്കണ്ണന്റെ ലീലയല്ലേ അത്? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഒഴുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ചെഞ്ചുണ്ടത്തോടിച്ചോ ചെറുവാൽ കിളിയെ, നെഞ്ചെന്നു പിടച്ചോ
മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളേ